നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. പോട്ടെ. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമായിട്ട്. ഇവിടെ കണ്ണാടി എടുക്കട്ടെ. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ? പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ? അല്ല, കേട്ടവൻ. തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? ഇഞ്ഞൊന്നേ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്, അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്. എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യ. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. ഇല്ല? എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് എണ്ണത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്ക മൂക്ക്, മൊത്തങ്ങ മോഹം. മലയാളത്തിൽ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ? ഫലിതം. ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി, കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. പാല്. എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽപ്പായസം. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ, ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മറ്റേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്. ദൈവദൂതനല്ലോ, ശിവന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാനിനി എവിടെ പോയി വിളിക്കാം? മാഷെ, എന്റെ കൈവിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? വയ്ക്കുള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു വെക്കുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോകാനാ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്കേ. അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്തം കഴിച്ചതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേട്ടാ പറയേ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അയ്യോ അച്ഛൻ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഇതാണോ അച്ഛൻ? അല്ല മാഷെ, എനിക്കൊന്ന് വീട്ടിൽ പോണെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ. ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷെ, മാഷും കൂടി വന്നാ എനിക്കൊരു താങ്ങിന്. താങ്ങിനിപ്പോ ഈ 10 കയ്യിലിരിക്കട്ടെ. കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞത്. ശിവ ശിവ. കയ്യിൽ നിന്ന് 32 രൂപ ചെലവാക്കി ഒരു തെണ്ടയെ കൊണ്ട് എഴുതിച്ച ബോർഡാണ്. കാശ് പോയോ? അയാളെ കാണുന്നുമില്ല. ഇനി ഇത് ജോൺ ഫെർണാണ്ടസ് എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ജോൺ ഫെർണാണ്ടസ് ഫ്രം അമേരിക്ക. അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ, വാസുണ്ണപ്പഴ പേര് മാറ്റിയത്. ഒന്നും മാറ്റിയിട്ടില്ല. നീ ഇട്ട് മാറ്റാനും ശ്രമിക്കണ്ട. അല്ല, മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പേര് ഈ ശരീരത്തിനെടുത്ത പൊങ്ങണ്ടേ? നീ എടുക്കാൻ വേണ്ട പൊക്കാൻ വേണ്ട പോടെ. ആരാ വാസുണ്ണ അമേരിക്കന്ന് വരുന്നത്? എന്റെ ആർക്കും അമേരിക്കന്ന് വന്നൂടെ? അതല്ല വാസുണ്ണ, ആരാ വരുന്നേ? എന്റെ മുതലാളി ഒരു സുഹൃത്ത് സായിപ്പ് അമേരിക്കന്ന് വരുന്നു. എന്താ? അപ്പൊ ഓട്ടം നമുക്ക് തന്നെയല്ലേ? ഓട്ടം നിന്നെ എന്നാ
എന്താ വാസോണ്ണ എന്നോട് പിണക്കം പോലെ? വേണ്ട, നീ കൂടുതൽ പതപ്പിക്കണ്ട. ഇന്നാള് വന്ന സായിപ്പിന്റെ ഓട്ടം തന്നിട്ട് നീ പുതപ്പിച്ച് കിടത്തിയവനാ. ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ എഴുന്നേറ്റ് അറിയാം. അയ്യേ ആ സായിപ്പോ വൃത്തിയേട്ടവൻ സ്വന്തം കൈ കൊണ്ടാ ബീഡി പോലും തെറുത്തു വലിക്കുന്നത്. സായിപ്പ് സ്വന്തം കൈ കൊണ്ട് ബീഡി ചേർത്ത് വലിച്ചെന്നു. എടാ മഹാ ടാക്സി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കള്ളം പറഞ്ഞ നിന്റെ തല ഇടിത്തി വീഴും. അയ്യോ വാസോണ്ണ ഞാൻ സത്യം പറയണേ. ആഹാ. ഇല്ലെങ്കിൽ വാസോണ്ണന്റെ അകത്തൊന്നുമില്ല ഈ തല പൊട്ടി തെറിച്ചു പോട്ടെ. എന്റെ തല പൊട്ടി തെറിക്കുന്നു. കയ്യറേ. നീ സായിപ്പ് 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 മാതാമേ സായിപ്പ്. എടാ ഉണ്ണിയാ ബോർഡിംഗ് ബോർഡിംഗ് തരാൻ. Excuse me, are you Mr. John Fernandez from America? No. Then you are Mrs. John Fernandez from America. I'm not John Fernandez. Go, man. I'm sorry. I'm sorry. Simply. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരല്ല. പോയി വണ്ടി തന്നു. Excuse me. സായിപ്പ് മാത്രമുള്ള മതാമല്ലേ? സായിപ്പും മദാമയും സായിപ്പും കുഞ്ഞുങ്ങളും ഉണ്ട്. കോടീശ്വര ഫാമിലിയാ. പക്ഷെ ഈ ട്രിപ്പിന് വേണ്ടി നീ നിന്ന് മഞ്ഞു കൊള്ളണ്ട. നീ നിന്റെ ചടാക്ക് വണ്ടിയിൽ ദരിദ്രവാസികളും കയറ്റിപ്പോ. ഞാൻ പൊക്കോളാം. ഇതും പൊക്കി പിടിച്ചു നിന്നിട്ട് കോടീശ്വര ഫാമിലി കണ്ടില്ലല്ലോ. വരും. എപ്പോ? ഇപ്പൊ ട്രെയിൻ പോകുന്നു. അയ്യോ ജോണി ജോൺ ഫെർണാണ്ടസ് ജോൺ 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 ഫെർണാണ്ടസ് അമേരിക്കയിൽ നിന്നുള്ള ഫെർണാണ്ടസ്. കണ്ടില്ലല്ലോ. സോറി. ആളെ കണ്ടില്ലല്ലേ? കോടീശ്വര ഫാമിലി അല്ലേ? ഹെലികോപ്റ്റർ ആയിരിക്കും വരണത്. ബോർഡ് ആകാശത്തേക്ക് പൊക്കി പിടിച്ചത് ഇങ്ങനെ നിന്നോ. നീ വന്ന് ഇടങ്കോലിട്ടപ്പോഴേ എനിക്ക് തോന്നിയ ആള് മിസ്സാകുമെന്ന്. ഈശ്വര, മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. ഈശ്വര, മുതലാളി അറിയണേ, ഇയാളുടെ പണി പോണേ. ഹലോ, ആരെ? Yeah, yourself. Water Vasu? Yes, sir. Well, I'm... ജോൺ ഫെർണാണ്ടസ്. Yeah, from America. ഇപ്പൊ എങ്ങനെയുണ്ടറാ? ഇത് സായിപ്പാ? എന്താ സംശയമുണ്ടോ? ആഫ്രിക്കയിൽ നിന്ന് വരുന്നതായിരിക്കും. കണ്ടിട്ട് ഈദി അമീനെ പോലെ ഉണ്ട്. ആമിനാണേലും ആഫ്രിക്കൻ കാപ്പിരിയാണേലും ആളെ കിട്ടിയല്ലോ. അല്ല, നീ എന്തിനാ നീ ചുറ്റി കിടക്കുന്നത്? അല്ല, ഓട്ടം. അതിന് എന്റെ അനുവാദം വേണോ? ഓടാ, ഓടി തള്ളടാ. പോ. Why are you murmuring? അല്ല, ഇയാളെന്തോന്നായി പറഞ്ഞത്? ഈ ചെറ്റ എന്താ പൊറുവർക്കണെന്ന് അദ്ദേഹം ചോദിച്ചതാ. No, sir. I am a chet. He say, I say, അയ്യോ, we say. Oh, ഇയാൾ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? I told him that you are looking very smart, sir. Is it? Yeah. Thank you. Most welcome, sir. What's your name? ഉണ്ണി. Pune. Not ഉണ്ണി, ഉണ്ണി. Pune. വെറും ടാക്സി ഡ്രൈവറാ. Only taxi driver. I see. It's nice. Thank you. Let's go. Please come, sir. എവന്റെ കാറിൽ പോവാനോ? എവൻ ആളത്ര ശരിയല്ല. വേറെ കാർ വരും. അതർ കാർ കം, വി ഗോ ദാറ്റ് കാർ. ഹി വേണ്ട ഗോ. Why can't we go by his car? എന്തൊക്കെയാ പുളുന്താൻ പറയുന്നു? ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? വാസുകൊണ്ടും കൂടുതൽ സംസാരിക്കണ്ടെന്ന്. എന്റെ കാറിൽ തന്നെ സാറിന് പോയാൽ മതി. അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ അല്പം പിടിപ്പുകളുള്ളത് കൊണ്ട് തൽക്കാലം നീ ജയിച്ചു. ഈ അവിഞ്ഞ സായിപ്പിനെയും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ ഒടുക്കത്തെ ഓട്ടമായിരിക്കും ഇത്. What's wrong? പാട്ടല്ല, പൂട്ട്. ഒന്ന് വാവേ. Pardon? കംസർ. കംസനോ? കയ്യെടുക്കണോ? അടിച്ചോണ്ടിരിക്കല്ലേ? ആ പോക്കുണ്ടില്ലേ? റോഡവന്റെ തന്തയുടെ വഴിയാണെന്നാണ് വിചാരം. അടിച്ചവന്റെ പല്ല് കറുപ്പിക്കണം. അവനും രണ്ട് ചാവാലി കുതിരകളും തമ്മാടി. യവനെ സാറേ, യവനെ. ഓ, ഈ ക്ലാപ്പരോട് മലയാളം പറയുന്ന സമയം കൊണ്ട് അവന് രണ്ട് പൊത്തുപൊത്തം. ഡേയ് സോമേരി, അറിവ് കേട്ടമുണ്ടം. കുതിര ഓരമാ കൊണ്ടുപോടാ. എന്താടാ കഴിവറ മോനെ, നിനക്ക് ചെവിയ കാളിയപ്പൻ. നീ എന്താടാ പറഞ്ഞത്? അല്ല, കുതിരയെ കൊഞ്ചം തോരമായിട്ട് നിർത്താൻ പറഞ്ഞ. ഇല്ലെന്നാ? പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നെ കഴിവരുടെ മോനെന്ന് കൂപ്പിടും. അങ്ങനെ ഞാൻ വിളിക്കുവോ? അയ്യോ, എന്നെ പൊത്തരുത്. ഒരു വാട്ടി കൂടെ വിളിക്കേ. നിർബന്ധമാണെങ്കിൽ വിളിക്കാം. കഴിവരുടെ മോനെ. വിട്ടിടുങ്ങണ്ണ, വണ്ടിക്കുള്ളൊരു VIP ഇருக்கு. വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവരാം. இவனுக்கு வக்காலத்து சொல்றதுக்கு நீ யாரா? இந்த காளியப்பனை கழுவரிட மோனு கூப்பிட ஒரு தண்டியும் வரல. Who is that man? He's a ladder. What? കുതിരയ്ക്ക് ലാട വിളിക്കുന്നവനാ.
നാച്ചപ്പർ അവിടെ ഒറ്റ കുത്തിന് ഒന്നിച്ച് ജയിലിൽ പോയതാ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. ഓ, ഈ കൂതറ കണാറിനോട് മലയാളം പറഞ്ഞിട്ട് എന്താ കാര്യം, മനസ്സിലാവണ്ടേ? ഹീസ് എ ബോൺ ക്രിമിനൽ സാർ. വണ്ടി വിടേ പോൻ കിഴിഞ്ഞ്. ബ്രേക്ക് ഒന്ന് മയത്തി ചവിട്ടിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. ഗേറ്റ് വർക്ക് വാച്ച്മാൻ. എന്തിനാടേ കൊണകൊണ നടിക്കുന്നത്? തുറക്കില്ലേ? ഇതും തുറക്കണോ? ഗേറ്റ് തുറക്കില്ലേ എന്ന് വേഗം. ഓ, എനിക്കറിയാം എന്നീ തണ്ടയില്ലായ്മ കാണിക്കുന്നു. എവന്റെ വണ്ടി കേറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ. എരണകെട്ടവൻ മഹാഭാവി. ഇങ്ങോട്ട് വാടാ ടാക്സി പിശാചെ. എന്ത് തെമ്മാടിത്തരോടാ പുല്ലേ നീ കാണിച്ചേ? അയ്യോ, ചേട്ടൻ കേറിയില്ലേ? ഓടി വന്നേ? അല്ല, പറന്നാ വന്നേ. അതാ ഞാൻ നോക്കിയപ്പോ കാണഞ്ഞേ. മതി മതി നിന്റെ സേവനം. വേറെ സ്ഥലം വിടാൻ നോക്ക്. സ്ഥലം വിടാൻ വേണ്ടെന്നൊക്കെ സായിപ്പ് പറയട്ടെ. സായിപ്പാര് നിന്റെ അച്ഛനോ? കുറെ നേരം ഞാൻ ശ്രമിക്കണു. തന്റെ സാഹിബിനെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കാനൊന്നും പോണില്ല. ഇവിടെ വരെ ഓടിയന്റെ തുട്ട് തന്നെ പൊക്കോളാം. എത്രയാ നിന്റെ തുട്ട്? 120. 120 രൂപയോ? ഈ ചക്കട വണ്ടി കയറി ഇത്ര വരെ വന്നതിന് നീ എനിക്കിങ്ങോട്ട് കാശ് തരണം. കാശ് മാത്രമല്ല തരാൻ ഞാൻ. അടിക്കാൻ പോണോ? ഓ, ഈ പണ്ടാരെന്താ ഇംഗ്ലീഷ് കുരയ്ക്കുന്നേ? നീ ഇങ്ങോട്ട് വരണം. ഞാൻ ഇവിടെ ഞാൻ പോവില്ല. ഞാൻ എന്തോ നീ നോക്കുന്നത്? പച്ചപ്പുല്ല് കണ്ടിട്ടില്ല. മതി മതി നോക്കിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ തെണ്ടിയുടെ വണ്ടി കയറണ്ടെന്ന്. കേട്ടോ? ഓ, ഈ ക്ലാപ്പിന് മലയാളം അറിയത്തില്ലല്ലോ. ഞാൻ തെല്ലിക്കോളാം സാർ. 250 rupees ടാക്സി ചാർജ്. പറ്റിക്കൽ കള്ളത്തരം പറഞ്ഞ് കാശടിച്ചെടുക്കാൻ നോക്കിയണ്ടല്ലോ. ഞാൻ ആകെ 120 രൂപയിലെ ചോദിച്ചോളൂ. എടാ, എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്, എന്റെ മുതലാളിയുടെ ഫ്രണ്ടായ കരിമാട സായിപ്പ് ഞാൻ തട്ടിക്കും വെട്ടിക്കും. അതെന്റെ മിടുക്ക്. അത് ചോദിക്കാൻ നീ ആരാടാ തെണ്ടി? അങ്ങനെ എന്റെ പേര് പറഞ്ഞ് കാശടിച്ച് താൻ മിടുക്കനാവും നോക്കണ്ട. മനസ്സിലായോ? Sir, actually, I asked him 120 rupees only. That means... 120 രൂപ അല്ലേ? മലയാളിയാണല്ലേ? പിന്നെ കോട്ടയത്തുകാരൻ ഫെർണാണ്ടസിന്റെ മോൻ അമേരിക്കയിൽ പോയ മലയാളി അല്ല ഉണ്ടാവൂ. ആകോ വാസു? പ്ലാറ്റ്ഫോറത്തിൽ വെച്ചേ എനിക്ക് കണ്ടപ്പോ മനസ്സിലായി സാറ് മലയാളിയാണ്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓരോ നമ്പറുകൾ ഇറക്കി വരികയായിരുന്നു. പക്ഷെ സാറ് മനഃപൂർവ്വം പിടിയൊന്നുമില്ല. കംപ്ലീറ്റ് പൊളിഞ്ഞ് ഇനി കിടന്നുരുളണ്ട. താൻ പ്ലാറ്റ്ഫോറത്തെ വെച്ച് എന്നെ കണ്ട് മുഖം ചൊളിച്ചപ്പോഴേ ഞാൻ കരുതി താൻ തരികിടയാണെന്ന്. കാപ്പൻ, കാട്ടുമാക്കൻ, കരിമാടൻ, പിന്നെന്താ പുളുന്താൻ. പുളുന്താൻ എത്രത്തോളം പോകുന്നു അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ. ജോൺ ഫെർണാണ്ടസ്. ആറ്റിക്കളഞ്ഞാലോ അളന്ന് കളയണമെന്നല്ലടോ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് 250 ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു 150 വരെയൊക്കെ ആകാം അല്ലേ ഉണ്ണി? അതെ, അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. മിസ്റ്റേക്ക്. സോറി. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. പോയ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് നോക്കണോ? പെട്ടി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഇറങ്ങി നോക്കി. എടാ, യവന്മാർക്ക് ഉറക്കമില്ലേ? എന്താ കള്ളന്മാരെ പോലെ നട്ട പാതിരായിക്ക്? വാസുണ്ണി ഗേറ്റും തുറന്നേ. ഈ കാര്യം എന്താണെന്ന് പറയാം, എന്നിട്ട് തുറക്കാം. ഒരു പെൺകുട്ടി ജനിച്ചോ? സന്തോഷം. അല്ല, കാറിലുണ്ട്. ജോൺ സാറിന്റെ ബന്ധുവാ. മനസ്സിലായി. നല്ല ബിസിനസ്. ഗേറ്റ് വർക്ക് വാസുണ്ണ. പ്രശ്നമൊക്കെ സീരിയസാ. സീരിയസ് ആണ്. ആശുപത്രി കൊണ്ടുപോടെ. ഇത് ഡീസൻസി ഉള്ള VIP താമസിക്കുന്ന എന്റെ മുതലാളിയുടെ ഗസ്റ്റ് ഹൗസാ. നിന്നെ പോലുള്ള അലന്ന കൊച്ചാണന്മാര് വന്ന് കൊരച്ചാ തുറക്കാനുള്ള സർക്കാർ വക സത്രമല്ല ഇത്. വാസുണ്ണ ജോൺസൺ സാറ് പറഞ്ഞിട്ട് വന്നാ. സാറ് പറഞ്ഞ സാറ് വരട്ടെ. സാറോട് പോയി. അദ്ദേഹം വിസയുടെ നീളകൂട്ടം മദ്രാസിലേക്ക് പോയിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോ, സ്ഥലം കാലിയാക്ക്. മേലിൽ ഈ ജാതി കേസ് കെട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. പെനാൾട്ടിഫിക്കേഷനും തുടങ്ങിയല്ലേ? നല്ല ബിസിനസ്. ശരിയാക്കി തരാം. കുരിയച്ചോ? ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? ഇതാര് വാസുവോ? താൻ കാറടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചേരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ള എന്തിരവന്മാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ?
എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൽറ്റിഫിക്കേഷൻ എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിൽ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുക. സത്യമാണ് താനീ പറയുന്നത്? ഇല്ല, താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കുറ്റി ഇടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാ? വാ സ്റ്റേഷനോ? വാ. എനിക്ക് തൃപ്തിയായി.